നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കാനായി എന്നതിനപ്പുറത്തായി 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും 8 ഇടങ്ങളിൽ രണ്ടാമതും എത്തിയതിൻ്റെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം ഉള്ളത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് വിശാല സംസ്ഥാന നേതൃയോഗം 9-ാം തീയതി തിരുവനന്തപുരത്ത് ചേർന്നത്. ഏകദേശം 3500ഓളം പ്രതിനിധികളാണ് പഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ളവർ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തത്. BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള JP നദ്ദ ഈ യോഗത്തിൻ്റെ അകത്ത് പങ്കെടുക്കുകയുമുണ്ടായി. JP നദ്ദ നൽകിയിട്ടുള്ള നിർദ്ദേശം ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് താമരകൾ വിരിയണം എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തെ ശിരസ വഹിച്ചുകൊണ്ട് തന്നെ BJPയുടെ സംസ്ഥാന നേതൃയോഗം അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഔദ്യോഗികമായ ഒരു തുടക്കം തന്നെ ഇന്നലെ നടത്തി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ JP നദ്ദയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള യോഗം, ഈ യോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേതാക്കൾ പ്രവർത്തകർക്ക് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി എങ്ങനെയാണ് തയ്യാറാകേണ്ടത്, എങ്ങനെയാണ് സജ്ജരാകേണ്ടത് എന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ BJPക്ക് 1600 പ്രതിനിധികളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉള്ളത്. അത് ഇരട്ടിയാക്കുക എന്ന നിലയിലേക്ക് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അതായത് BJP ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് പോലുള്ള CPMന്റെ പാർട്ടി ഗ്രാമങ്ങൾക്കുള്ളിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടി പ്രത്യേകം ഒരു സമിതിയെ തന്നെ നിയമിക്കുകയും മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള PK കൃഷ്ണദാസിനെ തന്നെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. BJP ലക്ഷ്യമിടുന്നത് ഇങ്ങനെയാണ്: കടന്നു ചെല്ലുക, അല്ലെങ്കിൽ പിടിച്ചെടുക്കുക, വോട്ട് വർദ്ധിപ്പിക്കുക, പിന്നാലെ അവിടെ വിജയിക്കുക. കടന്നു ചെല്ലാൻ കഴിയാത്തവിടത്തെല്ലാം തന്നെ കടന്നു ചെല്ലുക, പിടിച്ചെടുക്കേണ്ട സ്ഥലങ്ങളിൽ പിടിച്ചെടുത്ത് അവിടെ നിന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങൾ പതിയെ അവിടെ ബലപ്പെടുത്തിക്കൊണ്ട് അവിടെ വോട്ട് ഉറപ്പിക്കുക, പിന്നീട് ആ വോട്ട് വർദ്ധിപ്പിക്കുക, അതിനുശേഷം വിജയിക്കുക. ഇങ്ങനെ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ഘട്ടമായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് BJP സംസ്ഥാന നേതൃനിര ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഏറ്റവും അടുത്തിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എല്ലാ ജില്ലകൾക്കും തന്നെ പ്രത്യേകം ചാർജുകൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. മാത്രമല്ല, തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കണം എന്ന തരത്തിലേക്ക് തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം തീരുമാനം എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 2 ഡിവിഷനുകൾ ചേർന്ന ഒരു സംസ്ഥാന നേതാവിനെ ചുമതല നൽകിക്കൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ള വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾക്കാണ് BJP സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ കോർപ്പറേഷനുകളിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കണം എന്നുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു. നഗരസഭകളിലേക്ക് ജില്ലാ നേതാക്കൾ മത്സരിക്കണമെന്നും പഞ്ചായത്തുകളിലേക്ക് ബൂത്ത് തലം മുതലുള്ള നേതാക്കൾക്ക് മത്സരിക്കാം എന്ന തരത്തിലുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. BJP ലക്ഷ്യം വെക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയവും ഒപ്പം തന്നെ വോട്ട് ഷെയർ വലിയ തരത്തിൽ വർദ്ധിപ്പിക്കാനായതും അത് ക്രിസ്ത്യൻ വോട്ടുകൾ BJPയോട് ഒപ്പം അടുക്കുന്നതും ഒപ്പം തന്നെ BJPയോട് വളരെ കാലമായി തന്നെ അടുത്തു നിൽക്കുന്ന ഈഴവ സമുദായത്തിൻ്റെ വോട്ട് CPMൽ നിന്ന് വിട്ട് കൂടുതലായി തന്നെ BJPയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് BJPയുടെ വിശ്വാസം, BJPയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഈഴവ സമുദായത്തിലെ വോട്ടുകൾ കുറച്ചുകൂടെ കൂടുതലായി BJPയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുക എന്ന തരത്തിലേക്ക് തന്നെയാണ് BJP ഓരോ സ്ഥലത്തും ടാർഗറ്റ് ചെയ്യുന്നത്. CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഈ ഈഴവ വോട്ടുകൾ അവിടെ CPMൽ മനം എടുത്ത ഹിന്ദുക്കൾ, ഈഴവർ പ്രത്യേകിച്ച് BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ 2 കോർപ്പറേഷനിലും 25 മുനിസിപ്പാലിറ്റിയിലും 100 പഞ്ചായത്തുകളിലേക്കുമായി BJPക്ക് ജയിക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള ഒരു ടാർഗറ്റാണ് ഇപ്പോൾ BJP ഇട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂരും തിരുവനന്തപുരം വരുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഈ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് പോലുള്ള പ്രദേശങ്ങളിലെ പാർട്ടി ഗ്രാമങ്ങളിൽ വലിയ തരത്തിൽ BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കാനായി എന്ന് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 80,000 വോട്ടിൻ്റെ വർധനവ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതും മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായിട്ടുള്ള ധർമ്മടത്ത് വോട്ട് ഇരട്ടിയാക്കുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
മുഖ്യമന്ത്രിയുടെ സ്വന്തം ബൂത്തിൽ പോലും വോട്ട് ഇരട്ടിയാകുന്ന നിലയിലേക്ക് BJPക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ആന്തൂർ പോലെയുള്ള BJPക്ക് പ്രവർത്തകർ പോലും പുറത്തു കാണാനില്ലാത്ത അല്ലെങ്കിൽ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ പോലും ഇല്ലാത്ത പ്രദേശത്തു കൂടി CPM നിന്ന് ധാരാളം വോട്ടുകൾ BJPയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകളെല്ലാം തന്നെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM നിന്ന് ധാരാളമായി ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളെല്ലാം തന്നെ BJPയിലേക്ക് എത്തുന്നു. അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് PK കൃഷ്ണദാസിന്, ദേശീയ നേതാവായിട്ടുള്ള PK കൃഷ്ണദാസിന് പ്രത്യേക ചുമതല കൊടുത്തുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തൃശ്ശൂരിലെ പ്രവർത്തനങ്ങൾ, തൃശ്ശൂരിൽ കരിവണ്ണൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ അത് കുറച്ചുകൂടി ശക്തമാക്കുക, പാലക്കാടും ഇതേപോലെ തന്നെ സമാനമായ സംഭവങ്ങൾ എടുത്തുപിടിച്ചുകൊണ്ട് ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. വരും ദിവസങ്ങളിൽ ജനകീയമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ കൂടുതലായി ഏറ്റെടുത്തുകൊണ്ട് പ്രതിഷേധ സമരങ്ങളും എല്ലാം തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. പ്രത്യേകിച്ച് ആലപ്പുഴ പോലെ ആലപ്പുഴയിൽ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ 3 ലക്ഷത്തോളം വോട്ട് എന്ന നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിനുശേഷം ആലപ്പുഴയിലെ വിവിധ പരിപാടികൾ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ വിവിധ പരിപാടികളെ സ്ഥിര സാന്നിധ്യമായി ശോഭാ സുരേന്ദ്രൻ മാറുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥിര സാന്നിധ്യമായി മാറുന്നു. V മുരളീധരൻ ആറ്റിങ്ങലിലെ സ്ഥിര സാന്നിധ്യമായി മാറുന്നു. പാലക്കാട് ഇതേപോലെ തന്നെ സംഭവിക്കുന്നു. തൃശ്ശൂരിൽ സംഭവിക്കുന്നു. കോഴിക്കോടും വടകരയും എല്ലാം സംഭവിക്കുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും ആ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുള്ള സ്ഥാനാർത്ഥികൾ തന്നെ തോറ്റുപോയിട്ടുള്ളവർ തന്നെ അവിടെ നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുക എന്ന നിലയിലേക്ക് തന്നെ BJP ലക്ഷ്യമിടുകയാണ്. ഇതിനോടൊപ്പം തന്നെ നേരത്തെ ആം ആദ്മിയുടെ മാത്രമാണ് ED നേരിട്ട് സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്ന നിലയിൽ ഉണ്ടായിട്ടുള്ളത്. സമാനമായി തന്നെ ഇപ്പോൾ CPMന്റെ 8 അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി കൂടുതൽ അക്കൗണ്ടുകൾ, അതായത് CPMന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലെ 17 ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലായി ഏകദേശം 25ഓളം ഹിഡൻ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ED നേരത്തെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും ഒപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനും ധനകാര്യ മന്ത്രാലയത്തിനുമൊക്കെ നേരത്തെ ഈ ED റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. അവരുടെ എല്ലാം സമ്മതം തേടിയിട്ടുള്ളതാണ്. എന്നാൽ ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള മരവിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ തരത്തിൽ തൃശ്ശൂരിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തുക. ആ ഒരു വിഷയങ്ങളെ, പ്രത്യേകിച്ച് ഈ സഹകരണ ബാങ്കുകൾ, CPM നടത്തുന്ന സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാദേശികമായ ഒരു വിഷയം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രാദേശികമായ സമരങ്ങൾ ഏറ്റെടുക്കുക എന്ന നിലയിലേക്ക് തന്നെയാണ് BJP ആലോചിക്കുന്നത്. എന്തായാലും BJP ലക്ഷ്യമിട്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ 1600ഓളം ജനപ്രതിനിധികളാണ് BJPക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉള്ളത്. അത് എങ്ങനെയെങ്കിലും ഇരട്ടിയെങ്കിലും ആക്കുക എന്ന നിലയിലേക്ക് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ 2 കോർപ്പറേഷനും 25 നഗരസഭയും 100 പഞ്ചായത്തുകളിലും അധികാരം പിടിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്.